ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രീം ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സ്വീറ്റായിട്ടുള്ള ക്രീം ബണ്ണാണ്. നമുക്കതെങ്ങനെ വീട്ടിലുണ്ടാക്കണമെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇച്ചിരി വിസ്താരമുള്ള പാത്രം എടുക്കണം കേട്ടോ. എടുത്തതിന് നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തോട്ട് മൈദ ചേർക്കുന്നുണ്ട്. മൈദ ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ചേർത്തതിൻ്റെ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. വലിയ മധുരമൊന്നും ഇല്ലാത്ത ബണ്ണാണ്. ബണ്ണ് നല്ല മധുരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ 5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ പാലൊഴിച്ചിട്ടാണ് ക്രീം ബണ്ണ് കുഴച്ചെടുക്കുന്നത്. അത് നമുക്ക് അതായത് ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടി ലൂസാക്കി കുഴച്ചെടുക്കണം കേട്ടോ. അത് കണ്ടോ, കുറച്ചുകൂടി നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ നല്ല ലൂസാക്കി കുഴച്ചെടുക്കുക. അതിനുശേഷം ഞാൻ അതിലോട്ട് ബട്ടർ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. അതും കൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴയ്ക്കുക. എൻ്റെ ഫ്രിഡ്ജിലിരുന്ന ബട്ടർ ആയതുകൊണ്ടാണ് ഇത്ര ഇതായിട്ടിരിക്കുന്നത്. മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ അതും ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അതും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് കണ്ടോ കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഈസ്റ്റൊക്കെ ചേർത്തല്ലേ, അപ്പോൾ അത് സൈഡിലൊന്ന് ഇത് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സൈഡിലും കൂടി ഒന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കണ്ടോ കുറച്ച് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമ്മളിത് കണ്ടോ ഇങ്ങനെ ഇതേ മോഡലിൽ ഒന്ന് ഓരോ ഉരുളകളാക്കി എടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനുള്ള ഉരുള എടുത്താൽ മതി. ഞാൻ അത്യാവശ്യം നല്ല വലിയ ഉരുളയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഏകദേശം 7 ബണ്ണോളം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബണ്ണാണ്. 7 എണ്ണത്തോളം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. അതിനുശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് കണ്ടോ, ഉരുളകളും ഏകദേശം വലുതായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അല്ലെങ്കിൽ കടായി അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യണേ. അതിനുശേഷം നമുക്ക് ഈ ക്രീം ബണ്ണ് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് കണ്ടോ, ക്രീം ബണ്ണ് ഇട്ട് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് ലോയിലോട്ടാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, എന്നാലേ അത് പൊങ്ങി വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒഴിച്ച് ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ കണ്ടോ, ഇതാണ് കറക്റ്റ് കളർ. കുറച്ചുകൂടി കിടന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കണേ, കാരണം അത് അല്ലെങ്കിൽ അകത്ത് വേവത്തില്ല ബണ്ണിൻ്റെ. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ഓരോന്നായിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. ഇതേ കണ്ടോ, ഞാൻ ഒന്ന് എണ്ണ പുറത്തോട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ, കാരണം അതൊന്ന് പൊങ്ങി വരാനായിട്ട് പുറവും കൂടി. ഇതേ കണ്ടോ, ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ബണ്ണ്. നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. ഇതേ കണ്ടോ, മിക്സിയുടെ ജാറിലോട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ എവരിഡേയുടെ പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ബട്ടറാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അപ്പോൾ ബട്ടർ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ ക്രീം ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ്, ഒരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മിൽക്ക്, പാലും കൂടി, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, അതും കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. കണ്ടോ, ഈ ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ചുകൂടി കൺസിസ്റ്റൻസി കുറവ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ലൂസ് കൺസിസ്റ്റൻസി വേണ്ടാന്നുണ്ടെങ്കിൽ ആ വാനില എസൻസ് മിൽക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബണ്ണ് എടുത്തതിന് ശേഷം ഇത് കണ്ടോ, നടുവിലൂടെ ഒന്ന് ക്രീം പുരട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇതേ കണ്ടോ, അകംഭാഗം നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ബണ്ണും ഇവിടെ നടുവേ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്രീം ഒന്ന് പുരട്ടി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം
എനിക്കൊന്നും ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം അത്രയും സ്റ്റെപ്സ് ഉണ്ട്, ഭയങ്കര പാടാണ് എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും കേട്ടോ. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യും. ആ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് തന്നെ കിട്ടും. അപ്പോൾ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുത്ത് നോക്കത്തില്ലേ? കാരണം അവർക്കൊക്കെ വീട്ടിലുണ്ടാക്കിയ ബട്ടർ ബൺ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൗതുകവും കഴിക്കാനൊക്കെ ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേ കണ്ടോ, ഞാൻ ക്രീമൊക്കെ എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്